സംസ്ഥാനത്ത് വ്യാപകമാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കിടയിലാണ് ഇക്കൊല്ലം പരിസ്ഥിതി ദിനം വന്നെത്തുന്നത്. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുതിയ ദിശയിലുള്ള ആലോചനകൾ രൂപപ്പെടുകയാണ്. കാട്ടാന ശല്യം രൂക്ഷമായ ഇടുക്കി വാളറയിലെ കുളമാങ്കുഴിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കുടിയേറ്റ ഭൂമി കാടും നാടുമായുള്ള അതിർത്തികൾ മാഞ്ഞുപോയ ഇടമാണ്. കാടിറങ്ങി വന്യമൃഗങ്ങൾ ജീവിതത്തിലേക്കെത്തുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ചോദിക്കുന്നു, പ്രകൃതിയിൽ മനുഷ്യരുടെ ഇടമെവിടെ? കുളമാംകുഴിയിലേക്കാണ് യാത്ര. അടിമാലിക്കപ്പുറം വാളറിലെ കുടിയേറ്റ കർഷക ഗ്രാമം. ഏതാനും ദിവസങ്ങളായി അവിടെ കാട്ടാനശല്യം രൂക്ഷമാണ്. ഫെൻസിംഗ് പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് നാട്ടുകാർ. ഒറ്റക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ഈ ഗ്രാമത്തിന്റെ പേടി സ്വപ്നം. ഇവരെ മൂന്ന് പേര് ഓടിപ്പിച്ച് താഴെ എന്ന് പറഞ്ഞാൽ അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടത്. അത്രയും അവർ മൂന്ന് പേര് ഓടി പെരക്കകത്ത് കയറി. ഞങ്ങളോട് പറഞ്ഞു ഓടി കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പെരക്കകത്ത് കയറി. അപ്പോഴും ഇവർ വീട്ടിനകത്ത് വന്ന് കയറി. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമാണ് ശാലിയുടെ അപ്പനെ ആന ഓടിപ്പിക്കുന്നത്. പുള്ളി താഴെ വീണ് പോയിട്ട് പുള്ളി പിന്നെ വീണടുത്ത് നിന്ന് അണിച്ച് ഓടി. കാടോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് ആദിവാസികളടക്കം 300ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇപ്പം തന്നെ ഒരു 10 കോടി രൂപയുടെ കൃഷിനാശമല്ല വന്നതാണ്. നേരോണ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ ദേവർ കോളനി വരെ. അതായത് 100 കണക്കിന് തെങ്ങുകൾ, കൊടി, കമുക്, കൊക്കോ, ഏലം ഇതെല്ലാം നശിപ്പിച്ച് 3 വർഷമായിട്ട് നിരന്തരമായി നശിപ്പിക്കുന്നുണ്ട്. ഫെൻസിംഗ് പുനഃസ്ഥാപിച്ചാൽ ആനയിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഇവർ കരുതുന്നത്. കൃഷിയും ചെറുവീടുകളുമായി ഈ പുലരുന്ന ആവാസ വ്യവസ്ഥയിലേക്കാണ് സ്വപ്നം പോലെ കാട്ടാനകൾ കടന്നുവരുന്നത്. കുളമാങ്കുഴി ഒരു ഉദാഹരണം മാത്രമാണ്. കാടിന്റെ ഗാംഭീര്യത്തിന് മുന്നിൽ മനുഷ്യർ പകച്ചു നിൽക്കുന്ന അനേകം ഗ്രാമങ്ങളുടെ ഒരു ചെറുപകർപ്പ്. മനുഷ്യരും പ്രകൃതിയും അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി.